റഷ്യ യുക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഇന്നലെ യുഎഇയിൽ നടന്നു. പക്ഷേ അവിടെയും പ്രതീക്ഷ കാര്യമായില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ച. ഡോൺബാസ് മേഖല റഷ്യയ്ക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. ഈ മേഖല വേണം, ഏതാണ്ട് 5000 ചതുരശ്ര അടി സ്ഥലമുണ്ട്, അത് വേണമെന്ന ആവശ്യമാണ് പുടിൻ ഉന്നയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള താല്പര്യമാണ് ഇപ്പോൾ റഷ്യയ്ക്കെന്ന് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് ഈ ചർച്ചയുടെ ആത്യന്തിക ഫലം. Доповідають мені українські представники. Вони зараз знаходяться в Еміратах. Там сьогодні українська, американська та російська делегації. Була вже розмова важлива, бо давно не було таких тристоронніх форматів зустрічі. Говорять про параметри закінчення війни. Зараз у них має бути принаймні частина відповідей від Росії. Головне, щоб Росія була готова завершити цю війну, яку сама ж почала. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാർത്തിക്, റഷ്യയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപും പറയുന്നുണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പലവിധ തടസ്സങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ ചർച്ചയിൽ സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന്, യുദ്ധത്തിൻ്റെ അവസാനത്തിന് സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, അധികാരത്തിലെത്തിയ ശേഷം പല യുദ്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട ട്രംപിന് പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. അതായത് സമാധാന കരാർ സംബന്ധിച്ച് ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ നിരാശാജനകം. പക്ഷേ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ സജീവമായി തുടർന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത്. സുരക്ഷാ ഗ്യാരണ്ടികൾ, അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പല വട്ടവും ഈ ചർച്ച അലസിപ്പിരിഞ്ഞത്. ഇപ്പോൾ ചർച്ചകൾക്ക് വഴിത്തിരിവായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാവോസിൽ ട്രംപ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജാരദ് കുഷ്ണർ, അദ്ദേഹം വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളാണ് ഇത്തരത്തിൽ ഒരു ത്രിതല ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. ചർച്ചകൾ യുഎഇയിലെ അബുദാബിയിലാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. 2 ദിവസം കൂടി ചർച്ചകൾ തുടരും. പക്ഷേ ആദ്യഘട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യമായ ആശാവഹമായ ഒരു പുരോഗതി ഈ ചർച്ചകളിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് ഡോൺബാസ് മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഡോൺബാസ് മേഖല വിട്ട് നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് യുക്രൈൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. ആ തർക്കം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യുക്രൈൻ്റെ തന്ത്രപ്രധാന മേഖലയാണ് ഈ ഡോൺബാസ് എന്ന് പറയുന്നത്. ഡോൺബാസിൽ ആകട്ടെ വ്യവസായ മേഖലകളുണ്ട്, കാർഷിക മേഖലകളുണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ വലിയൊരു വ്യാവസായിക മേഖല തന്നെ ഈ പ്രദേശത്തുണ്ട്. ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ ഈ പ്രദേശം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറല്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഡോൺബാസിൽ യുക്രൈൻ മേഖലയിൽ ഡൊണസ്ക് മേഖലയിൽ യുക്രൈൻ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ഏതാണ്ട് 5000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം അത് വിട്ടു നൽകണം എന്ന ആവശ്യമാണ് റഷ്യ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആദ്യഘട്ടം മുതൽ പുടിൻ ഈ ആവശ്യമാണ് കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചതും. പക്ഷേ ഒരു ഘട്ടത്തിലും ഇത് വിട്ടു നൽകാൻ യുക്രൈൻ തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കാരണം യുക്രൈൻ്റെ സൈനികർ വീരമൃത്യു വരിച്ചത് ഈ പ്രദേശങ്ങൾ വിട്ടു നൽകാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഡോൺബാസ് മേഖല വിട്ടു നൽകിക്കൊണ്ടുള്ളൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് സെലൻസ്കിയുടെ അവസാന പ്രതികരണത്തിലും വ്യക്തമാകുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഡോൺബാസ് മേഖല സംബന്ധിച്ച എന്ത് തരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിയും, അതിൽ ഒരു പരിഹാര ഫോർമുല തെളിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന് സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ചാണ്. യുക്രൈൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കരാറുകൾക്ക് നേരത്തെ തന്നെ അമേരിക്ക രൂപം നൽകിയിരുന്നു. ആ കരാറുകൾക്ക് ഏറെക്കുറെ അന്തിമ രൂപം ആകുകയും ചെയ്തു. അതിൽ ഇനി ഒപ്പിട്ടാൽ മാത്രം മതി എന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. അതായത് സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ച് അമേരിക്കയും യുക്രൈനും തമ്മിൽ ഏറെക്കുറെ ധാരണയിലെത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭാവി, സാപ്പോറിഷ്യ ആണവ നിലയത്തിൻ്റെ നിയന്ത്രണം എന്നീ കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് എന്നതാണ് ശ്രദ്ധേയം. റഷ്യൻ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരായ യുക്രൈൻ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ വൈദ്യുതി നിലയങ്ങൾക്കെതിരായ റഷ്യയുടെ ആക്രമണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു എനർജി സീസ് ഫയർ സംബന്ധിച്ചും ഈ ചർച്ചകളിൽ അത്തരം ഒരു കാര്യം കൂടി ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക പുരോഗതി ഉണ്ടായാൽ ഒരു പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവാകും ഇപ്പോൾ യുഎഇയിൽ അബുദാബിയിൽ നടക്കുന്ന ഈ ത്രിതല ചർച്ച. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന
അരാജകത്വത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നതെന്നാണ് വിമർശനം. ജനാധിപത്യത്തെ നാടുകടത്തി ഇരുണ്ട മണിക്കൂറുകളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ സംഘടിപ്പിച്ച ഒരു സംവേദനാത്മക സെഷനിൽ പ്ലേ ചെയ്ത ഓഡിയോ സന്ദേശത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ ഈ വിമർശനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.